to feel good at the end of the day. യൂറോപ്യൻ ഡയറിയുടെ എല്ലാ കുടുംബാംഗങ്ങൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കണ്ടോ, ഈ മരം നിങ്ങൾ പല വീഡിയോകളിൽ കണ്ടിട്ടുള്ളതാണ്, പല ഡ്രോൺ ഷോട്ടുകളിൽ നിങ്ങൾ കണ്ടിട്ടുള്ളതാണ്. ഇപ്പോൾ ഏകദേശം 40 വർഷം പഴക്കമുണ്ടായിരുന്ന മരമാണ്. അപ്പോൾ അത് ഞങ്ങൾ മുറിച്ച വീഡിയോയും കാര്യങ്ങളൊക്കെ എല്ലാം കുറേശ്ശൊക്കെ ഒന്ന് എല്ലാം കൂടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നിങ്ങളോട് ആയിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. മഞ്ഞ് കാലത്ത് നമ്മുടെ സ്പോക്കി എടുത്ത ഈ ഡ്രോൺ ഷോട്ടോടുകൂടി നമുക്ക് ഈ വീഡിയോ തുടങ്ങാം. 40 വർഷം പഴക്കമുള്ളൊരു ക്രിസ്മസ് മരമാണിത്. എല്ലാ ദിവസവും ഉറക്കം എണീക്കുന്നത് മുതൽ ഉറങ്ങുന്നത് വരെ പല തവണ കാണുന്ന മരം. 30 വർഷം പഴക്കമുള്ള ഈ വീടിനേക്കാൾ വളർന്ന് വീടിന് ഭീഷണിയായിട്ട് നിൽക്കുകയാണ് ഇപ്പോൾ ഈ മരം. വളരെ വിഷമത്തോടു കൂടിയാണെങ്കിൽ ഈ മരം മുറിക്കാനുള്ള തീരുമാനത്തിലോട്ട് എത്തിയിട്ടുണ്ട്. നാട്ടിലെ അവസ്ഥകളൊക്കെ ഞാനും വാർത്തകൾ വഴിയൊക്കെ കാണാറുണ്ട്. ഇപ്പോൾ ഇവിടെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സിറ്റുവേഷനാണ്. അപ്പോൾ എല്ലാവരും ഫാമിലി ആയിട്ടൊക്കെ ആരോഗ്യമായിട്ടിരിക്കാനും ഈ മഹാമാരിയൊക്കെ പെട്ടെന്ന് നമ്മളിൽ നിന്നൊക്കെ വിട്ടുപോകാനായിട്ട് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. അതുപോലെ എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ. വാക്സിനൊക്കെ എടുക്കാൻ സാഹചര്യമുള്ള ആൾക്കാരൊക്കെ വാക്സിൻ എടുക്കണം. പിന്നെ വാക്സിൻ എടുക്കാൻ പോയി തള്ളുകൂടി കോവിഡ് ഇൻഫെക്ഷനുമായിട്ട് തിരിച്ച് വരുന്നൊരു സിറ്റുവേഷൻ ഉണ്ടാവാതിരിക്കാനും ശ്രദ്ധിക്കണം കേട്ടോ. ആദ്യം തന്നെ മരത്തിൻ്റെ ഈ സൈഡിലുള്ള ചില്ലകളെല്ലാം നീളം കൂട്ടാനും കുറയ്ക്കാനും പറ്റുന്ന ഈ ഇരുമ്പ് വടിയിൽ ഘടിപ്പിച്ചിരിക്കുന്ന ഒരു അരിവാള് വെച്ചിട്ട് മുറിച്ച് മാറ്റുകയാണ്. വീട്ടിൻ്റെ ഭാഗത്തോട്ട് ചേർന്ന് നിൽക്കുന്ന ചില്ലകളാണ് കേട്ടോ ഇപ്പം മുറിക്കുന്നത്. വീട്ടിൽ ചേർന്ന് നിൽക്കുന്ന ഭാഗത്തെ ചില്ലുകളൊക്കെ മുറിച്ച് കഴിയുമ്പോൾ മരത്തിൻ്റെ മറുഭാഗത്താണ് കൂടുതൽ ഭാരം വരുന്നത്. അപ്പോൾ മരം മുറിക്കുന്ന സമയത്ത് മറ്റേ സൈഡിലോട്ട് ഓട്ടോമാറ്റിക്കായിട്ട് വീഴാനുള്ളൊരു സാധ്യത കൂടുതലാണ്. ഇവിടെ ഏക്കർ കണക്കിന് മരം പ്ലാന്റേഷൻ്റെ വനമുള്ള റിഹാഡ് മാമൻ 5 വർഷം മുന്നേ വരെ സ്വന്തമായിട്ടാണ് മരങ്ങളെല്ലാം വിൽക്കാനായിട്ടൊക്കെ മുറിച്ചിരുന്നത്. ഇവിടെയുള്ള കർഷകരെല്ലാം ഒരു പരിധിവരെ എല്ലാ ജോലികളും സ്വന്തമായിട്ട് തന്നെയാണ് ചെയ്യുന്നത്. നമ്മളോടുള്ള സുഹൃത്ത് ബന്ധത്തിൻ്റെ പേരിലാണ് റിഹാഡ് മാമൻ ഈ മരം മുറിക്കാനായിട്ട് ഇപ്പോൾ ഞങ്ങളടുത്തോട്ട് വന്നേക്കുന്നത്. കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട കൂടുതൽ വീഡിയോകളൊക്കെ താമസിയാതെ തന്നെ നമ്മുടെ ചാനലിൽ വരുന്നുണ്ട് കേട്ടോ. ഈ വീടിന് ചുറ്റാകെ ഒരുപാട് മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കോമ്പൗണ്ടിനുള്ളിൽ നിന്ന് കഴിഞ്ഞാൽ ഏതോ വനത്തിനകത്ത് നിൽക്കുന്ന ഒരു പ്രതീതിയാണ്. വസന്തകാലം മുതൽ മഞ്ഞുകാലം തുടങ്ങുന്നത് വരെ കിളികളുടെ പാട്ടും മരച്ചില്ലകളുടെ താളവും ഒക്കെ ഇവിടെ പതിവാണ്. കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച ചെറിയ മരം മുറിച്ചപ്പോൾ കേടായിട്ടുള്ള ഞങ്ങളുടെ പുതിയ മോട്ടോർ വാൾ നിമിഷ നേരം കൊണ്ട് തന്നെ റിഹാഡ് മാമൻ നന്നാക്കി തന്നു. യൂറോപ്യൻ ഡയറിയുടെ ഡെയിലി അപ്ഡേറ്റുകളൊക്കെ കിട്ടാൻ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാത്തവർ സിയാദ് റാവുത്തർ എന്ന ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ ഓസ്ട്രിയൻ സംസ്കാരങ്ങളും മറ്റ് അപ്ഡേറ്റുകളൊക്കെ കാണാനായിട്ട് ബ്യൂട്ടിഫുൾ ഓസ്ട്രിയ എന്നുള്ളൊരു ഇൻസ്റ്റാഗ്രാം പേജും ഞങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ഈ മരത്തിൻ്റെ മുകൾ ഭാഗത്ത് 2 കമരങ്ങളാണ്. ആദ്യം കമരങ്ങൾ ഓരോന്ന് മുറിച്ച് മാറ്റിയിട്ട് മരം മുറിക്കാനുള്ള പരിപാടിയാണ്. കാർഷിക സ്കൂളിലെ പ്രൊഫഷണൽ വിദ്യാഭ്യാസവും അതുപോലെ വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ഉള്ള നമ്മുടെ റിഹാഡ് മാമനിലാണ് നമ്മുടെ എല്ലാവരുടെയും പ്രതീക്ഷ. കെട്ടി വലിക്കാൻ കയറില്ലാത്തതുകൊണ്ടിട്ട് മുറിച്ച കമര സ്റ്റക്കായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സൈഡിലുള്ള ചില്ലകളൊക്കെ കുറച്ചുകൂടെ ഒന്ന് മുറിച്ച് മാറ്റണം. ഈ ലൈറ്റ് എടുത്ത് മാറ്റിയില്ലെങ്കിൽ മരം ഇതിൻ്റെ മുകളിൽ കൂടെ വീണ് കഴിഞ്ഞാൽ എല്ലാം പടമാവും. രണ്ടും കൽപ്പിച്ച് മരം മുറിച്ച് തുടങ്ങുകയാണ്. വീട്ടിൻ്റെ മുകളിലേക്ക് വീഴാനുള്ള സാധ്യതയും ചെറുതല്ല കേട്ടോ. വീട്ടിൻ്റെ മുകളിലേക്ക് വീണ് കഴിഞ്ഞാൽ ഞാൻ താമസിക്കുന്ന ഏരിയ മുഴുവൻ പോകും. മരത്തിൻ്റെ ചില്ലകളൊക്കെ മുറിക്കുന്നതിനിടയിൽ ഒരു കമ്പ് വന്നടിച്ചിട്ടിരിക്കുക. അതിൻ്റെ നെറ്റ് ചെറുതായിട്ട് മുറിഞ്ഞിട്ടുണ്ട്.
സാധാരണഗതിയിൽ ഹെൽമെറ്റും മറ്റ് സുരക്ഷാ സാമഗ്രികളൊക്കെ വെച്ചിട്ടാണ് മരം മുറിക്കാറുള്ളത്. മരത്തിൻ്റെ സിറ്റുവേഷൻ നോക്കാനായിട്ട് വന്ന് രിഷാഡ് അപ്രതീക്ഷിതമായിട്ടാണ് മരം മുറിക്കാനുള്ള തീരുമാനത്തിലോട്ട് മാറിയത്. മരം ദാ അനങ്ങി തുടങ്ങുന്നുണ്ട്. ദാ വീഴുന്നു. ദൈവാനുഗ്രഹം കൊണ്ട് വീടിനോ ചുറ്റുപാടുമുള്ള മരങ്ങൾക്കോ ഗാർഡനോ ഒന്നും കേടുപാടുകളൊന്നും ഇല്ലാതെ തന്നെ മരം രിഷാഡ് മാമൻ മുറിച്ചിട്ടിട്ടുണ്ട്. യൂറോപ്യൻ ഡയറിയുടെ സ്ഥിരം കാഴ്ചക്കാർക്കൊക്കെ രിഷാഡ് മാമനെ അറിയാം. പുതിയ ആൾക്കാർക്കായിട്ട് രിഷാഡ് മാമനെ ഞാനൊന്ന് പരിചയപ്പെടുത്താം. ഞങ്ങളുടെ സുഹൃത്തായ കർഷകനാണ് റിച്ചാർഡ് സ്റ്റൈൻമെൻഡർ. ഇംഗ്ലീഷിൽ പറയുമ്പോൾ റിച്ചാർഡ് എന്നാണ് കേട്ടോ പറയുന്നത്. ഇവിടെ കർഷകരെല്ലാം പ്രത്യേക സ്കൂളിൽ പോയി കൃഷി ചെയ്യുന്നത് മുതൽ മെഷീൻ ഉണ്ടാക്കുന്നത് വരെ ഉൾപ്പെടുന്ന കർഷക സ്പെഷ്യാലിറ്റി കോഴ്സ് കഴിഞ്ഞതിന് ശേഷമാണ് ഒരു ഫാമൊക്കെ നടത്തിക്കൊണ്ട് പോകുന്നത്. താമസിയാതെ തന്നെ കാർഷിക സ്കൂളിൻ്റെ വീഡിയോ വരുന്നുണ്ട് കേട്ടോ. യൂറോപ്യൻ ഡയറിയുടെ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കൂട്ടുകാർക്കും വീട്ടുകാർക്കൊക്കെ അയച്ചു കൊടുക്കാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എക്സ്പീരിയൻസ് നന്നായിട്ടുള്ളത് കൊണ്ടിട്ടാണ് രിഷാഡ് മാമൻ മറ്റ് ഉപകരണങ്ങളൊന്നും ഇല്ലാതെ ഈ മരം മുറിച്ചിട്ടത്. രിഷാഡ് മാമൻ്റെ പശുക്കൾക്ക് കൊടുക്കാനായിട്ട് പറമ്പിലെ പുല്ല് ഒരു മെഷീൻ വെച്ച് അരിഞ്ഞ് സൂക്ഷിക്കുന്ന ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവർ പോയി കാണണം കേട്ടോ. 100% നിങ്ങൾക്കത് ഇഷ്ടപ്പെടും. മൂന്ന് നൈറ്റ് ഡ്യൂട്ടിയുടെ ഇടയിൽ പ്ലാൻ ചെയ്യാതാണ് നമ്മുടെ രിഷാഡ് മാമൻ വന്നിട്ട് മരം മുറിച്ചിട്ടിട്ട് പോയത്. അപ്പോൾ എന്തായാലും വേറെ ഒരുപാട് പേടിയുണ്ടായിരുന്നു. എല്ലാവർക്കും പേടിയുണ്ടായിരുന്നു വീടിൻ്റെ മുകളിൽ കൂടെ വീഴുമോ അതല്ലാതെ റോഡിൽ കൂടെ വീഴുമോ എന്നൊക്കെയുള്ള പേടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ മരം മുറിച്ചിട്ടിട്ടുണ്ട്. ബാക്കി ഇതെങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നത് ബാക്കി കാഴ്ചകളൊക്കെ നമുക്കൊന്ന് കാണാം. മരം മുറിഞ്ഞു വീഴുന്നത് ഡ്രോണിൽ പകർത്തണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ സമയത്ത് തന്നെ സ്പോക്കി പണി മുടക്കി. ഈ വാളിൻ്റെ ചെയിൻ വീണ്ടും പുറത്തോട്ട് പോകുന്നുണ്ട്. അപ്പോൾ അത് വീണ്ടും പിടിച്ചിട്ട് കൊടുക്കേണ്ട ഒരു അവസ്ഥ വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് മുന്നോട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. ഫ്രീ ആയിട്ട് കിടക്കുന്ന ഈ തടികളൊക്കെ നമ്മൾ ഈ പല്ല് ഇതിനകത്ത് ചേർത്ത് വെച്ചിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട്. അതല്ല നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വന്ന് മുഖത്തോട്ട് അടിക്കാനുള്ള അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിലോട്ട് അടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിങ്ങനെ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ പ്രൊട്ടക്റ്റഡ് ആയിരിക്കുമെന്നാണ് നമ്മുടെ ഹനസ് നമുക്ക് പറഞ്ഞു തന്നത്. നമ്മുടെ ഐസ് ഫിഷിങ്ങിന് പോയപ്പോൾ ഐസ് വെട്ടിപ്പൊളുന്ന കണക്കുള്ള ചെറിയൊരു മഴ നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ അതുകൊണ്ടിട്ടും ഇടയ്ക്കിടയ്ക്ക് ചെറിയ കമ്പുകളൊക്കെ വൃത്തിയാക്കാനായിട്ട്
ജോലി എടുക്കുന്നുണ്ട്, പണിയെടുക്കുന്നുണ്ട്. തളർന്നു. നമ്മൾ പഴയ മരത്തിൻ്റെ ഭാഗങ്ങളും അതുപോലെ ഈ മരത്തിൻ്റെ വലിയ മരത്തിൻ്റെ നമുക്ക് ഉപയോഗമില്ലാത്ത ഭാഗങ്ങളെല്ലാം ഞാൻ പറഞ്ഞ നമ്മുടെ ആ ബാക്ക് സൈഡിലുള്ള മരങ്ങളുടെ ഇടയിലോട്ട് ഇങ്ങനെ നിറച്ചിട്ടേക്കുവാണ്. അപ്പോൾ അത് കൂടുതൽ ഞാനത് കാണിക്കാത്ത, കഴിഞ്ഞ വീഡിയോയിൽ കാണിക്കാത്തത് നമ്മൾ ഇവിടെ ഉള്ള ആൾക്കാരും വീഡിയോസൊക്കെ കാണുന്നത് കൊണ്ടിട്ട് ഇപ്പോൾ ഇവിടെ ഉള്ള ആൾക്കാർക്ക്, ഈ വീട്ടിലുള്ള ആൾക്കാർക്ക് ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ടിട്ടാണ് ഞാൻ കറക്റ്റായിട്ട് കാണിക്കാത്തത്. ഇവിടെ പലപ്പോഴും ഞാൻ കണ്ടൊരു കാര്യം, ഓരോ ദിവസം ജോലി തീരുന്നതിന് മുമ്പും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലം നന്നായിട്ട് വൃത്തിയാക്കിയിട്ടാണ് ഇവിടെ, അത് ഏതൊരു മേഖലയിലും അങ്ങനെയാണ് കേട്ടോ, എല്ലാം നന്നായിട്ട് വൃത്തിയാക്കിയിട്ടാണ് പോകുന്നത്. അപ്പം ഞാൻ തന്നെ ആലോചിച്ചൊരു കാര്യം, നമ്മളിവിടെ ഉള്ള ജോലിയെല്ലാം ഒന്നും തീർന്നിട്ടൊന്നുമില്ല, ഇതെല്ലാം ക്ലീനാക്കിയാൽ പോരെന്നാണ് ഞാൻ ചോദിച്ചത്. പക്ഷേ അവരുടെ ഇവിടെയുള്ള ആൾക്കാരുടെ ഒരു മെൻറ്റാലിറ്റിയാണ്, ഓരോ ദിവസം ഓരോ കാര്യങ്ങൾ ചെയ്ത് തീരുന്ന സമയത്തും ഫുള്ള് ക്ലീനാക്കിയിട്ടായിരിക്കും പോകുന്നത്. കട്ട് ചെയ്ത മരത്തിൻ്റെ പീസുകളെല്ലാം ഇങ്ങനെ അടുക്കി വെച്ചുകൊണ്ടൊക്കെ ഇരിക്കുവാണ്. ഇത് തണുപ്പ് കാലത്ത് ചൂടാക്കാനൊക്കെ ആയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇവിടെയുള്ള എല്ലാ വീടുകളിലും ഒരു അണ്ടർഗ്രൗണ്ട് റൂമൊക്കെ കാണും, അതിനകത്തായിരിക്കും ഈ തടികളൊക്കെ ശേഖരിച്ച് സൂക്ഷിച്ച് വയ്ക്കുന്നത്. ഈ മരം 40 വർഷം പഴക്കമുള്ള മരമാണ്, തന്നെ എന്ന് പറയുന്ന മരമാണ്. അപ്പോൾ ഈ മരം മുറിക്കാനുള്ള കാര്യം, ഒന്നാമത്തെ കാര്യം, ഈ മരം വീടുമായിട്ട് ചേർന്ന് നിൽക്കുകയാണ്. ഇതിനിപ്പോൾ 40 വർഷം പഴക്കമുണ്ട്. അതുപോലെ ഈ കാറ്റ് വന്ന് അടിക്കുന്ന, അതായത് കാറ്റ് തടഞ്ഞു നിർത്തുന്ന സൈഡിലാണ് നിൽക്കുന്നത്. അപ്പോൾ നല്ല കാറ്റൊക്കെ അടിക്കുകയാണ്. മരം കുറച്ചുകൂടെയൊക്കെ പഴകുന്ന സമയത്ത് വീട്ടിലോത്തോട്ട് വീഴാനുള്ള ഒരു പ്രശ്നമുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ നീഡിൽ കണക്കുള്ള ഇലകൾ ഇത് ഫുള്ള് തറ മൊത്തം വീണിട്ട് സമ്മർ ടൈമിൽ കാറ്റടിക്കുന്ന സമയത്ത്, സമ്മറിലും വിൻ്ററിലും ഒക്കെ അത് കറക്റ്റ് അങ്ങനെ തന്നെയാണ്, നല്ല കാറ്റൊക്കെ അടിക്കുന്ന സമയത്ത് ഇലകൾ ഒരുപാട് പൊഴിഞ്ഞ് വീണിട്ട് ഒരുപാട് ചവറാവും. അപ്പോൾ ഇവിടെ എപ്പോഴും ക്ലീനായി ഇട്ടേക്കണമെന്ന് ഇവർക്ക് ആഗ്രഹമുള്ളത് കൊണ്ടിട്ട് എപ്പോഴും അത് ക്ലീൻ ചെയ്യുകയും ചെയ്യും. അത് ഒരുപാട് ജോലിയാണ്. അപ്പോൾ അങ്ങനെ പല കാരണങ്ങളാണ് ഈ മരം മുറിക്കാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത്. അപ്പോൾ ഈ മരം നമ്മൾ ഈ മരം എന്നും കണ്ടതിന് ശേഷം ഇങ്ങനെ വീണ് കിടക്കുന്ന സമയത്ത് ഒരു സങ്കടമൊക്കെ തോന്നും കേട്ടോ. ഓരോ ദിവസം ഇങ്ങനെ വന്നിട്ട് നോക്കുമ്പോഴത്തേക്കും നമുക്കിങ്ങനെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആരോ ഒരാളിങ്ങനെ മലനടിച്ച് കിടക്കുന്ന വെട്ടി താഴെ ഇട്ടേക്കുന്ന കണക്കുള്ളൊരു ഫീലാണ്. ഇവിടെ നമ്മുടെ നാട്ടിലെ കൊടുവാൾ കണക്കുള്ള സാധനമൊക്കെ ഞാൻ വളരെ ചുരുക്കം സ്ഥലങ്ങളിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. ചെറിയ കമ്പ് വെട്ടാനാണെങ്കിലും എന്താണെങ്കിലും കൂടുതലും ഇതുപോലുള്ള മഴുകളാണ് കണ്ടിട്ടുള്ളത്. അത് എന്തുകൊണ്ടിട്ടാണ് എന്ന് എനിക്കറിയാൻ വയ്യ. ചിലപ്പോൾ ഒരു കൊടുവാൾ ഇതിനേക്കാളും ചിലവ് കുറവായതുകൊണ്ടിട്ടായിരിക്കും നാട്ടിൽ കൂടുതൽ കൊടുവാൾ ഇതിനേക്കാൾ കൂടുതലുള്ളത്. അയ്യോ, അപ്പോൾ എല്ലാം കൂടെ പോകാനേ. ഇന്ന് നല്ല കിട്ടിലും അടിപൊളി ക്ലൈമറ്റാണ്. അത്യാവശ്യം ചൂടൊക്കെ ആയി. നമുക്ക് ജാക്കറ്റും കാര്യങ്ങളൊന്നും ഇല്ലാതെ പുറത്തിറങ്ങി നിൽക്കാമെന്നുള്ളൊരു സെറ്റപ്പ് ആയിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കാണിച്ച ചെറി ബ്ലോസമാണ്. അപ്പോൾ അതിനകത്ത് ഫുള്ള് അന്ന് പൂവായിട്ടില്ലായിരുന്നു. ഇപ്പോൾ ഫുള്ളെല്ലാം നല്ല അടിപൊളിയായിട്ട് പൂത്തുലഞ്ഞിങ്ങനെ നിൽക്കുകയാണ്. അടുത്തുള്ള തേൻ തുമ്പികളൊക്കെ തേൻ കുടിക്കാനായിട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഓരോ ദിവസവും ജോലി കഴിഞ്ഞൊക്കെ വന്നതിന് ശേഷമാണ് കുറേശ്ശെ ഈ മരത്തിൻ്റെ ജോലികളൊക്കെ ചെയ്ത് തീർത്തുകൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ റിഹാഡ് മാമൻ സേഫ്റ്റി ഹെൽമെറ്റും ഗ്ലാസും കോട്ടും ഒക്കെ ഇട്ടുകൊണ്ടിട്ടാണ് വന്നിരിക്കുന്നത്. ഞങ്ങളുടെ ചെറിയ മെഷീൻ വെച്ചിട്ട് ഈ വലിയ മരം കട്ട് ചെയ്തിടാനൊക്കെ നോക്കിയിട്ട് പറ്റുന്നില്ലായിരുന്നു. റിഹാഡ് ചടപടാന്ന് കട്ട് ചെയ്തിടുവാണ്. ഈ ക്രിസ്മസ് ട്രീ മരം പൊതുവെ ഫർണിച്ചറുകൾക്കൊന്നും ഉപയോഗിക്കാറില്ല എന്നാണ് കേട്ടത്. ഈ മരം വേറെ ആർക്കെങ്കിലും വിൽക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഗാർഡനിലേക്ക് വണ്ടികളൊന്നും വരാത്തത് കൊണ്ടിട്ട് ചുമട്ടുകൂലി അങ്ങോട്ട് കൊടുക്കേണ്ടി വന്നേനെ. നന്നായിട്ട് അധ്വാനിക്കാൻ മനസ്സുള്ളവർക്ക് ഓസ്ട്രിയൻ ഗ്രാമങ്ങളിൽ ഇങ്ങനെയുള്ള ജോലിയൊക്കെ കണ്ടുപിടിക്കുന്നത് വളരെ ബുദ്ധിമുട്ടൊന്നുമല്ല. പക്ഷേ ഇങ്ങനെയുള്ള ജോലികൾക്ക് നമുക്കിവിടെ വിസ കിട്ടത്തില്ല.
ഓരോ കഷണത്തിനും നല്ല വെയിറ്റ് ആണ് കേട്ടോ. ചിലത് നല്ല ഈസി ആയിട്ട് കട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്, ചിലത് ഭയങ്കര കട്ടി. നല്ല വെയിറ്റ് ആട്ടാ സംഭവം. തടിക്കകത്ത് ഒരുപാട് വെള്ളമുണ്ട്, അതുകൊണ്ടിട്ടാണിത് ഭയങ്കര വെയിറ്റ് എന്നാണ് പറഞ്ഞത്. ഇവിടെ നമ്മുടെ നാട്ടിലിത് കാര്യങ്ങളൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് ഇതിനെക്കുറിച്ചൊക്കെ നന്നായിട്ട് അറിയായിരിക്കും. അപ്പം ഞാൻ ഇതുവരെയ്ക്ക് ഇതൊന്നും ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് എനിക്ക് എല്ലാം പുതിയ അനുഭവങ്ങളാണ്. അയ്യോ, മരത്തിൻ്റെ മുട്ടമുള്ള മരങ്ങളൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് വെട്ടിപ്പൊളിക്കാൻ. അത് മെഷീൻ വെച്ചിട്ട് പൊളിക്കുന്നതായിരിക്കും നല്ലത്. ഏകദേശം 15 മീറ്റർ നീളമുള്ള നമ്മുടെ മരമായിരുന്നു. ഇപ്പോൾ റിഷാഡ് വന്നിട്ട് ഒരു മണിക്കൂർ കൊണ്ടിട്ട് പുള്ളിക്കാരൻ്റെ വലിയ മെഷീൻ വെച്ച് ടക്കയെന്ന് പറഞ്ഞിട്ട് എല്ലാം കട്ട് ചെയ്ത് ചടപറാന്ന് പറഞ്ഞിട്ടിട്ടുണ്ട്. ഇപ്പോൾ കട്ട് ചെയ്തിട്ടിരിക്കുന്ന തടിക്കഷ്ണങ്ങളെല്ലാം നല്ല ചെറുതായിട്ട് കട്ടിയായിട്ട് വെട്ടിപ്പൊളിച്ചിടുവാണ്. എന്നിട്ട് ഗാർഡൻ്റെ ബാക്കിൽ ഇങ്ങനെ അടുക്കി വയ്ക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഈ മരം ഇപ്പോൾ പച്ച ആയതുകൊണ്ട് വെട്ടിപ്പൊളിക്കാനായിട്ട് അത്യാവശ്യം കുഴപ്പമില്ല. ഇത് ഉണങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ വെട്ടിപ്പൊളിക്കാൻ പറ്റത്തില്ലെന്നാണ് അവർ പറഞ്ഞത്. ഇപ്പോൾ എനിക്കും ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള തോന്നി വേറൊരു കാര്യം, ഈ മരം തടികളൊക്കെ വെട്ടിപ്പൊളിച്ചിട്ട് വെളിയിൽ വെച്ചിരിക്കുമ്പോൾ ഒരു 2 വർഷത്തോളം വെളിയിൽ വെച്ചേക്കുമെന്നാണ് പറഞ്ഞത്. വിൻ്ററിലാണ് സമ്മറിനേക്കാൾ കൂടുതലിട്ട് ഇത് ഡ്രൈ ആവുന്നതെന്നാണ് പറഞ്ഞത്. കാരണം ഈ ഹ്യൂമിഡിറ്റി മഞ്ഞുകാലത്ത് കുറവായതുകൊണ്ടിട്ട് ആ സമയത്താണ് കൂടുതൽ ഇത് പെട്ടെന്ന് ഉണങ്ങാനുള്ള ചാൻസ് ഉള്ളതെന്നാണ് പറഞ്ഞത്. വാള് കൊണ്ട് മുറിക്കാൻ പറ്റുന്നു, അതുപോലെ കോടാലി കൊണ്ട് വെട്ടിപ്പൊളിക്കാൻ പറ്റുന്നതൊക്കെ കുറേയൊക്കെ വെട്ടിപ്പൊളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാക്കിയുള്ളതിനൊക്കെ നമുക്കൊരു മെഷീൻ കിട്ടിയിട്ടുണ്ട്, തടി പൊളിക്കാനായിട്ടുള്ള മെഷീൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് ഹനസ് ഇത് പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കൂടെ കുറച്ചൊന്ന് കാണിക്കാം. ആദ്യം ഞാൻ നിങ്ങളെ ഈ മെഷീൻ ഒന്ന് പരിചയപ്പെടുത്താം. ഈ മെഷീൻ്റെ പിറകിൽ ഒരു മോട്ടറുണ്ട്. ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചിട്ടാണ് അത് പ്രവർത്തിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഓണാക്കാനും ഓഫാക്കാനുമുള്ള പച്ചയും ചുവപ്പുമായിട്ടുള്ള ഓരോ സ്വിച്ച് ഉണ്ട്. നമുക്കിത് ഓണാക്കാം. ഇത് ഓണാക്കിയതിന് ശേഷം ഓണാക്കിയതിന് ശേഷം നമ്മളൊരു തടിക്കഷ്ണം, നേരത്തെ തന്നെ കട്ട് ചെയ്തിട്ടേക്കുന്ന തടിക്കഷ്ണം, അതല്ല ഫുൾ സൈസ് ഉള്ളതാണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, പക്ഷേ കുറച്ച് റിസ്ക്കാണ്. അപ്പോൾ ഈ തടി ഇതിനകത്തോട്ട് വെച്ചതിന് ശേഷം ഇത് പിടിക്കാൻ നമുക്കിത് ഇങ്ങനെ വയ്ക്കാം. ഇപ്പോൾ തൽക്കാലം ഇങ്ങനെ വയ്ക്കാം. ഓക്കെ, അതിന് ശേഷം ഇത് കണ്ടോ, ഈ 2 സ്ഥലത്തും ഈ തടി പിടിച്ചു വയ്ക്കാനായിട്ടുള്ളൊരു സംഗതിയുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ പിടിക്കാം. ബെറ്റർ. അതിനുശേഷം ഇവിടെ കണ്ടോ, താഴെ ഇത് നമ്മൾ ചവിട്ടി കൊടുക്കുമ്പോഴത്തേക്കാണ് ഈ കൊടുവാള് കണക്കുള്ള മൂർച്ചയുള്ള ഭാഗം തടിയുടെ മുകളിലേക്ക് വരുന്നത്. അത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം. നന്നായിട്ട് പിടിച്ചിരിക്കണം, അതല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മുഖത്തൊന്ന് അടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതെ, ഞാൻ വിചാരിച്ച കണക്ക് നടന്നില്ല ചേട്ടാ. ഇതിനകത്ത് ഞാൻ വിചാരിച്ചു തടി ഈ കത്തിയിൽ പിടിച്ചിരിക്കുവാണെന്ന്. പിടിച്ചിരുന്നില്ല. മുറിഞ്ഞിട്ടുണ്ടോയെന്ന് അറിയത്തില്ല, അത് പിന്നെ നമുക്ക് നോക്കാം. എന്തായാലും നമുക്കിത് കട്ട് ചെയ്ത് നോക്കാം. ഇനി ചെറിയ പേടിയുണ്ട് കേട്ടോ, ഇത് ഒന്ന് മുഖത്ത് വല്ലതും വന്ന് അടിക്കുമെന്നുള്ളതേ.
അന്നസ് വന്നിട്ട് സെറ്റാക്കും. ഓക്കെ, geht nicht, oder? Na, ja. Soll ich auch helfen? Na, ja, danke. Danke schön. ഹനസ് ഒന്ന് നൈസിന് ഊരിയും എടുത്ത് കേട്ടോ. ഞാൻ പിടിച്ചിട്ട് അത് അനങ്ങുന്നില്ലായിരുന്നു. Noch einmal? aber ja. So. But at the end of the day, at the end of the day, yeah, it's all that matters. Oh, I pray just to feel good at the end. കുറച്ചൊന്ന് പ്രാക്ടീസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ നടന്നോളും കേട്ടോ. I've loaned on my possessions, all that I സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ടെക്നിക്ക് എനിക്ക് മനസ്സിലാവുന്നില്ല. ചില സമയത്ത് നേരെ വെച്ച് കഴിഞ്ഞാൽ ഇത് പൊളിയും, ചില സമയത്ത് തിരിച്ചു വെച്ച് കഴിഞ്ഞാൽ പൊളിയും. My neighbor says he's bothered by what I cannot see. He says that I can launder all for gold should be. But at the end of the day, the end I ഇതുപോലുള്ള മുട്ടമുള്ള സ്ഥലങ്ങളിൽ അത് പൊളിയാനായിട്ട് ഭയങ്കര പാടാണ്. feel good at the end of the day. At the end of the day, at the end of the day, yeah, it's all that matters. Oh, I pray just to feel good at the end of the day. വെട്ടിപ്പൊളിച്ച് നമ്മുടെ ചിമ്മിനിയുടെ സൈസിനാക്കിയ വിറകെല്ലാം കൂടെ നമ്മൾ ഗാർഡൻ്റെ പിറക് സൈഡിൽ കൊണ്ട് അടുക്കി വയ്ക്കുവാണ്. ഒരു 1-2 വർഷം നമ്മൾ അവിടെ തന്നെ അത് വെച്ചേക്കും. നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം എടുത്ത് അണ്ടർഗ്രൗണ്ടിൽ കൊണ്ടുപോയിട്ട് സ്റ്റോർ ചെയ്യുകയാണ് ചെയ്യുന്നത്. But at the end of the day, at the end of the day, yeah, it's all that matters. Oh, I pray just to feel good at the end of the day. I've loaned on my possessions, all that I can claim. ഇപ്പോഴും തന്നെ അടുക്കി വയ്ക്കാം. ഇവിടെ കൊണ്ട് തട്ടിയിട്ടിട്ട് പോയി കഴിഞ്ഞാൽ വീണ്ടും പിന്നെ നമ്മളൊന്ന് അടുക്കി സെറ്റാക്കേണ്ടി വരും. നമ്മൾ ഈ ജോലിക്ക് നമ്മൾ പുറത്തുനിന്ന് ഒരാളെ വിളിച്ച് ചെയ്യിപ്പിക്കുക, അതല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ വെളിയിൽ പോയി ജോലി ചെയ്യുകയാണെങ്കിൽ മണിക്കൂറിന് 20 യൂറോ, ഏകദേശം ഒരു 1600 രൂപ വെച്ചിട്ട് മണിക്കൂറിന് കിട്ടും. ഞങ്ങളിപ്പോൾ ഇതെല്ലാവരും കൂടെ ഒരുമിച്ച് ചെയ്യുവാണ്. ഇത് ക്യാഷിനൊന്നും അല്ല ചെയ്യുന്നത്. ഞാനിത് അടുക്കി വെച്ചത് ശരിയായില്ല. അങ്ങനെ ഇപ്പോൾ ഹന്നസ് വന്നിട്ട് അത് റീകൺസ്ട്രക്ട് ചെയ്യാനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അടുക്കി വെച്ചേക്കുന്ന എല്ലാം കൂടെ കാറ്റടിച്ച് കഴിഞ്ഞാൽ മറിഞ്ഞ് വീഴുമെന്നാണ് അവർ പറഞ്ഞത്. ഈ തടി അടുക്കുന്ന പരിപാടി എന്നെ കൊണ്ട് പറ്റത്തില്ല കേട്ടോ. അത് ഹന്നസ് തന്നെ ചെയ്യുന്നതായിരിക്കും നല്ലത്. വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൂടെ ജോലി ചെയ്ത് തുടങ്ങിയെങ്കിലും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക്. പക്ഷേ തളർന്നു നന്നായിട്ട്. ഓരോ ദിവസവും പണി കഴിയുന്ന സമയത്ത് തളർന്ന് ഊപ്പാട് വരും. നടുവൊക്കെ നല്ല വേദനയാണ്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കൊന്ന് ഷെയർ ചെയ്തെടുക്കാനൊന്നും മറക്കരുത്. അതുപോലെ നിങ്ങളുടെ വിലപ്പെട്ട നെഗറ്റീവായാലും പോസിറ്റീവായിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റായിട്ട് ഇടാനും മറക്കരുത്. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആൾക്കാരെല്ലാം ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനൂടെ മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത സമയം കാണും വരെ, ഒരു കിഡിലും വീഡിയോ ആയിട്ട് അടുത്ത സമയം കാണും വരെ എല്ലാവർക്കും ഒരു നല്ല സമയം നേരുന്നു. ബൈ ബൈ. Feel good at the end of the day. It's all that